ഹായ് മിറക്കിൾ മേക്കേഴ്സ്, ഞാൻ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ കോച്ച് മായ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്നത് 369 മെത്തേഡ് അല്ലെങ്കിൽ ടെക്സ്ല കോഡ് 369 ഉപയോഗിച്ച് എങ്ങനെ മാനിഫെസ്റ്റേഷൻ ചെയ്യാം എന്നുള്ളതാണ്. ഈ 3, 6, 9 മെത്തേഡ് ഉപയോഗിക്കുന്നതിന് മുമ്പിട്ട് അതെങ്ങനെയാണ് കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ അതെങ്ങനെയാണ് വന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ 3, 6, 9 എന്ന നമ്പറിന് വളരെയധികം പവർ ഉണ്ടെന്നും ഈ നമ്പറുകൾ ഒരുമിച്ച് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിന് വളരെ ദൈവികമായ ഒരു പവർ ഉണ്ടെന്നും കണ്ടെത്തിയത് വളരെ പ്രശസ്തനായ ഒരു സയൻറ്റിസ്റ്റ് നിക്കോള ടെസ്ലയാണ്. അദ്ദേഹമാണ് ഈ നമ്പേഴ്സിൻ്റെ ഒക്കെ ഒരു പാറ്റേൺ ഉണ്ടെന്നും അതിനൊരു പവർ ഉണ്ടെന്നും കണ്ടെത്തിയത്. അദ്ദേഹം കണ്ടെത്തിയ ഒരുപാട് സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നാണ് ഈ 369 എന്ന നമ്പറിൻ്റെ പ്രാധാന്യം. അദ്ദേഹമാണ് ഫ്രീക്വൻസിയെക്കുറിച്ച്, ഫീലിങ്സിനെ കുറിച്ചും എനർജിയാണ് എല്ലാം എന്നതൊക്കെ പറഞ്ഞത്. അപ്പോൾ ഈ 369 മെത്തേഡ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഒരു പുതിയൊരു നോട്ട്ബുക്കും ഒരു പേനയും ആവശ്യമാണ്. അതിൽ നിങ്ങളുടെ ആവശ്യമുള്ള, അതായത് നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആഗ്രഹം നമ്മൾ എഴുതിയാണ് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത്. നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസിലാണ് എഴുതേണ്ടത്. പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്നാൽ ആഗ്രഹം നടന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് നമ്മൾ എഴുതുന്നത്. പാസ്റ്റ് ടെൻസ് എന്നാൽ നമ്മുടെ ആഗ്രഹം നടന്നു കഴിഞ്ഞു എന്നതാണ് എഴുതുന്നത്. ഇപ്പം നിങ്ങളുടെ ആഗ്രഹം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു 10,000 രൂപയുടെ ആവശ്യമുണ്ടെങ്കിൽ അത് നമ്മൾ എങ്ങനെ എഴുതുന്നത് നോക്കാം. ഐ ആം റിസീവിങ് 10,000 rupees, താങ്ക് യു യൂണിവേഴ്സ്. അതാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫോം. ഐ ഹാവ് റിസീവ്ഡ് 10,000 rupees, താങ്ക് യു യൂണിവേഴ്സ്. അതാണ് പാസ്റ്റ് ടെൻസിലുള്ള ഫോം. അതായത് എനിക്ക് 10,000 രൂപ ലഭിച്ചുകൊണ്ടിരിക്കുന്നതിന് ഞാൻ യൂണിവേഴ്സിനോട് നന്ദി പറയുന്നു. അതാണ് പ്രസൻറ്റ് കണ്ടിന്യൂസിൽ എഴുതുന്നത്. പാസ്റ്റിൽ എഴുതുവാണെങ്കിൽ എനിക്ക് 10,000 രൂപ ലഭിച്ചതിന് ഞാൻ യൂണിവേഴ്സിനോട് നന്ദി പറയുന്നു എന്നാണ് എഴുതേണ്ടത്. ഈ നിങ്ങളുടെ ആഗ്രഹം രാവിലെ 3 വട്ടം എഴുതണം, ഉച്ചയ്ക്ക് 6 വട്ടം എഴുതണം, രാത്രി 9 വട്ടം എഴുതണം. അതാണ് 3, 6, 9 മെത്തേഡ്. രാവിലെ എഴുതേണ്ടത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ ഉടനെ നിങ്ങൾക്കിത് എഴുതാം 3 വട്ടം. ഉച്ചയ്ക്ക് എന്ന് പറയുന്നത് ആഹാരം കഴിക്കുന്നതിന് മുമ്പിട്ട് ഒരു 6 വട്ടം എഴുതാം. രാത്രി എന്ന് പറയുന്നത് നിങ്ങൾ കിടക്കുന്നതിന് മുമ്പാണ് എഴുതേണ്ടത്. ഇത് എഴുതുമ്പം ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടുള്ളതാണ് ഇമോഷൻ അല്ലെങ്കിൽ ഫീലിങ്സ്. വെറുതെ നമ്മൾ പണ്ട് ഈ ഇമ്പോസിഷനൊക്കെ എഴുതുന്ന പോലെ വെറുതെ എഴുതിയിട്ടൊരു കാര്യമില്ല. ഈ എഴുതുന്നത് എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് അതിനെ നിങ്ങൾ മനസ്സിൽ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് അത് കിട്ടിയതായിട്ട് സങ്കല്പിച്ച് സന്തോഷത്തോടു കൂടി വേണം ഇത് എഴുതാൻ. എങ്കിലേ ഈ ടെക്നിക്ക് ഫലിക്കത്തുള്ളൂ. ഈ ടെക്നിക്ക് നിങ്ങൾക്ക് 21 ദിവസം എഴുതാം, അല്ലെങ്കിൽ 45 ദിവസം എഴുതാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു പാർട്ടായിട്ട് ഡെയിലി ചെയ്യാവുന്നതാണ്. ഞാൻ ഇപ്പോഴും ഈ ടെക്നിക്ക് ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ ചെറിയ ചെറിയ ആഗ്രഹം അല്ലെങ്കിൽ എനിക്കൊരു പുതിയ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ടെക്നിക്കുകൾ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഈ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ദിസ് ഈസ് യുവർ മാനിഫെസ്റ്റേഷൻ കോച്ച്. ബൈ.